വേദന കൊണ്ട് യദുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ ചുവന്നു കലങ്ങി. ശരീരം തളരുന്നതിൻ്റെ കൂടെ മുറിവിലെ വേദനയും അവനെ തളർത്തി തുടങ്ങി. കണ്ണുകൾ മങ്ങിത്തുടങ്ങിയതും അവൻ ശരീരം തളരുന്നത് പോലെ തോന്നി. അവനെ പകയോടെ നോക്കിയ രഘുരാജ് തൻ്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൊഴുത്ത രക്തം ഇടത്തെ കൈകൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി. എല്ലാവരെയും കൊന്നിട്ട് നിന്നെ കൊല്ലാമെന്നാ കരുതിയത്. പക്ഷെ വേണ്ട, ആദ്യം നീ, പിന്നെ നിനക്ക് പുറകെ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും. ഒരു ക്രൂരമായ ചിരിയോടെ പുച്ഛം കലർത്തിക്കൊണ്ട് രഘുരാജ ഗൗഡ പറഞ്ഞതും അതുവരെ തളർന്നു നിന്ന യദു തൻ്റെ അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. ഒരു നിമിഷം അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം ചെവിയിൽ മുഴങ്ങി. തൻ്റെ ആമയും കുഞ്ഞുങ്ങളും മാത്രം, അവരുമൊത്ത് താൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളും. കണ്ണുകൾ മുറക്കെ അടച്ചൊന്ന് തുറന്നു യദു. പിന്നെ തൻ്റെ സർവ്വശക്തിയും എടുത്തെഴുന്നേറ്റ് നിന്ന് ഗൗഡയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയതും പ്രതീക്ഷിക്കാതെയുള്ള യദുവിൻ്റെ നീക്കത്തിൽ രഘുരാജ താഴേക്ക് വീണു. നിമിഷനേരം കൊണ്ടുള്ള അവൻ്റെ ആ നീക്കമൊട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഗൗഡയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിലത്ത് വീണ് കിടക്കുന്നവനെ കാണെ തൻ്റെ ശരീരത്തിലെ മുറിവിൻ്റെ വേദനയോ വകവയ്ക്കാതെ എഴുന്നേറ്റ് നിന്ന് യദു അവനെ അങ്ങേയറ്റം പകയോടെ നോക്കി. ഒരു തവണ ഞാൻ നിനക്ക് ദാനം തന്നതാണ് ഈ ജീവൻ, ഇനി നിനക്കത് വേണ്ട. അത് പറയുന്നതിൻ്റെ ഒപ്പം തൻ്റെ പോക്കറ്റിലുള്ള സർജിക്കൽ ബ്ലേഡ് പുറത്തേക്കെടുത്ത് ഗൗഡയുടെ ഹൃദയത്തിലേക്ക് അവൻ കുത്തിയിറക്കി. തൻ്റെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറിയ ആ വലിയ മുറിവിൻ്റെ വേദനയിൽ ഗൗഡ ഉറക്കെ നിലവിളിച്ചു. എന്നാൽ ഒരു ഭ്രാന്തനെ പോലെ ക്രൂരത നിറച്ചതു തൻ്റെ ദേഷ്യം മുഴുവൻ ആ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് അവൻ്റെ ശരീരത്തിൽ തീർത്തുകൊണ്ടിരുന്നു. യാദവ് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശത്രുക്കളെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. യാദവിൻ്റെ കാർ നിന്നതും യദുവും ആമയും നിന്ന വില്ലയിലേക്കായിരുന്നു. അവിടെ ഇപ്പോൾ ആരും താമസമില്ല. തണുത്ത വെള്ളം അവൻ്റെ തലയിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ ദേഹത്ത് പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഗൗഡയുടെ രക്തവും അതിനോടൊപ്പം അവൻ്റെ മുറിവിൽ നിന്ന് വീഴുന്ന രക്തവും ഒലിച്ചിറങ്ങി. കുറച്ചുനേരം അതേ നിൽപ്പ് നിന്നതിനു ശേഷം അവൻ ഷവർ ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവൻ വിളിച്ചതനുസരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സാം വില്ലയിലേക്ക് എത്തിയിരുന്നു. ഉടനെ ഡോക്ടർ അവന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തു. ചെറിയ കത്തിയായതുകൊണ്ട് ആഴം കുറവായിരുന്നു, പക്ഷേ 8 സ്റ്റിച്ചുണ്ട്. മയക്കുക പോലും ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും തികഞ്ഞ ഗൗരവത്തോടെ ഇരിക്കുന്ന യദുവിനെ നോക്കി കണ്ണുമിഴിച്ചതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് പോയി. അയാൾക്ക് പുറകെ യദുവും ഡ്രസ്സ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. നാളെ കാലത്ത് ആമിക്കും കുഞ്ഞിനെയും കാണാം, അതുമാത്രമാണ് മനസ്സ് നിറയെ. ആ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാരണം അവൻ ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ചെറിയച്ഛനും ചെറിയമ്മമാരും അവിടെ തന്നെയുണ്ട്. പിന്നെ ലച്ചുവും അർജുനും നവിയും. ഹോസ്പിറ്റലിലേക്ക് വരുന്ന യദുവിനെ കണ്ടപ്പോഴാണ് ജിതൻ ചെറിയച്ഛന് സമാധാനമായത്. ആമിയെ ഈ അവസ്ഥയിലാക്കി അവരുടെ അടുത്തേക്കാണ് യദു പോയത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വരുന്നത് വരെ ആൾ ഉള്ളു നിറയെ ആദിയായിരുന്നു. പിന്നെ യദു ഹോസ്പിറ്റലിൽ നിന്നോളാമെന്ന് പറഞ്ഞ് ചെറിയച്ഛനും ചെറിയമ്മമാരും പോയി. ലച്ചുവിനെ വിളിച്ചെങ്കിലും അവൾ പോയില്ല. പിന്നെ അവളുടെ മനസ്സെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആരും നിർബന്ധിച്ചില്ല. ആമിക്കും കുഞ്ഞുങ്ങൾക്കും അടുത്ത് തന്നെ യദു ഉണ്ടായിരുന്നു. ആ രാത്രി ഉറക്കമില്ലാതെ ഐസുവിന് മുൻപിലൂടെ നടക്കുമ്പോൾ ആമിയെയും കുഞ്ഞുങ്ങളെയും ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നായിരുന്നു അവന്. ശരീരത്തിലെ മുറിവിൻ്റെ വേദനയും അസ്വസ്ഥതയും ഉണ്ടെങ്കിലും അതൊന്നും അവനെ ബാധിച്ചില്ല. മനസ്സ് നിറയെ ആമിയും കുഞ്ഞുങ്ങളും മാത്രം. ഇരുന്നെങ്ങനെയോ നേരം വെളുപ്പിച്ചു. ആമിയെയും കുഞ്ഞുങ്ങളെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഏതു നേരത്തെ ബുക്ക് ചെയ്ത മുറിയിലേക്ക് പോയെന്ന് ഫ്രഷായി വന്ന് തണുത്ത വെള്ളം തലയിലേക്ക് വീണത് മനസ്സും ശരീരവും ഒന്ന് ഉണർന്നതുപോലെ. കുറച്ചു നേരം ഷവറിന് കീഴിൽ നിന്നു. ഒന്ന് കുളിച്ച് വന്നപ്പോഴേക്കും ഡോക്ടർ സാം അവൻ്റെ അടുത്തേക്ക് വന്നു. മുറിവ് ചെക്ക് ചെയ്തു. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും പിന്നെ ബ്ലൂ ജീൻസും ധരിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവനെ പ്രതീക്ഷിച്ചതുപോലെ മുറിയിൽ അർജുൻ നിൽപ്പുണ്ടായിരുന്നു. തികച്ചും ഗൗരവത്തിൽ പുറത്തേക്ക് വരുന്ന യദുവിനെ കണ്ടതും അർജുൻ അവൻ്റെ അടുത്തേക്ക് പോയി. വല്യേട്ട, ഏട്ടത്തിയെയും കുഞ്ഞുങ്ങളെയും റൂം നമ്പർ 333 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപ് വിടർന്ന കണ്ണുകളോടെ അവൻ അവിടെ നിന്ന് പോയിരുന്നു. ആമിയെയും തൻ്റെ പൊന്നോമനകളെയും ഒന്ന് നിറച്ച് കാണണമെന്ന് മാത്രമായിരുന്നു ആ മനസ്സ് നിറയെ. കാലിൽ ചക്രം വെച്ചതുപോലെ അവൻ സഞ്ചരിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചത് അവൻ്റെ മനസ്സായിരുന്നു. റൂം നമ്പർ 333 മുൻപിലെത്തിയതും തൻ്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായിരുന്നു. ഹൃദയത്തിൻ്റെ ഇടിപ്പ് 100 മടങ്ങ് വർദ്ധിച്ചതുപോലെ. ഒരു സെക്കൻഡ് കണ്ണടച്ച് തൻ്റെ ഹൃദയത്തെ വരുതിയിലാക്കിയതിനു ശേഷം അവൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ആ മുറിയുടെ ഡോറ് തുറന്നകത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ബെഡിൽ കിടക്കുന്ന ആമിയെയാണ്.
നീരുകൊണ്ടും ക്ഷീണം കൊണ്ടും വാടിക്കുഴഞ്ഞ അവളുടെ മുഖം കണ്ടതും അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒന്നും നോക്കാതെ പടികടന്ന് മുറിയിലേക്ക് കയറിയതും ആമയ്ക്ക് ചുറ്റും കൂടി നിന്ന ചെറിയമ്മമാർ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം വേഗം പുറത്തേക്ക് പോയി. പോകുന്നതിന് മുൻപ് ആ കഥ കടക്കാനും അവർ മറന്നില്ല. ആമി കിടക്കുന്ന ബെഡിലേക്കിരുന്ന് അവളെ തന്നെ നോക്കുകയാണ് യദു. കണ്ണുകൾ അടച്ചടുത്ത് കിടക്കുന്ന ആമയെ കാണി അവൻ്റെ ഉള്ളിൽ അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി. അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ 10 മാസം ചുമന്ന് വേദന സഹിച്ച് അവർക്ക് ജന്മം കൊടുത്ത അവളോട് അളവിൽ കവിഞ്ഞ വാത്സല്യം തോന്നി അവന്. അതേസമയം അനന്തമില്ലാത്ത പ്രണയവും തോന്നി. അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ കൈകൊണ്ട് മാറ്റിയതിനു ശേഷം സ്നേഹത്തോടെ ആ നെറ്റിയിൽ അവൻ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ആ ചുംബനത്തിൻ്റെ ആത്മനിർവൃതിയോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ പോലും അറിയാതെ ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ കവിളിനെ തലോടി അവളുടെ കവിളിലേക്ക് വന്ന് പതിച്ചു. പെട്ടെന്ന് തൻ്റെ കവിളിൽ ഒരു തണുപ്പ് തട്ടിയതും ആമി തൻ്റെ കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു. തൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് നിൽക്കുന്നവൻ്റെ സാമീപ്യവും ഗന്ധവും മനസ്സിലാക്കാൻ അവൾക്ക് സെക്കൻഡുകൾ പോലും വേണ്ടി വന്നില്ല. ആ ക്ഷീണത്തിലും ആമിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. ആ വരണ്ട ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവളിൽ നിന്ന് അടർന്നു മാറിയവൻ്റെ കണ്ണുകൾ വന്ന് പതിച്ചത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളിലാണ്. അവൻ്റെ കണ്ണുകളും ഒന്ന് വിടർന്നു. ഒന്നും മിണ്ടാതെ ഹോസ്പിറ്റൽ ബെഡിൽ അവളോട് ചേർന്ന് കിടന്ന് കുറച്ചു നേരം അവളെ പൊതിഞ്ഞു പിടിച്ചു അവൻ. ഇടയ്ക്ക് നെറ്റിയിലും കവിളിലും അവൻ്റെ ചുണ്ടുകൾ മാറി മാറി അമർന്നുകൊണ്ടിരുന്നു. ഒപ്പം ആ കണ്ണുകളും നിറഞ്ഞു വന്നു. അവനോട് ചേർന്ന് ആ ചുംബനം സ്വീകരിച്ച് അവളും കിടന്നു. ആമിയെ തന്നോട് ചേർത്ത് പിടിച്ച ആ നെറ്റിയിൽ പതിയെ തലോടുമ്പോൾ ഒരിളം കാറ്റ് അവൻ്റെ മനസ്സിൽ അലയടിക്കുന്നത് പോലെയായിരുന്നു യദുവിന്. പേടിച്ചു പോയോ? പതിഞ്ഞ ശബ്ദത്തിൽ ആമി ചോദിച്ചപ്പോൾ അവന് തൻ്റെ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു. ഒരു നിമിഷം ആമിയും കുഞ്ഞുങ്ങളും ഇല്ല എന്നൊരവസ്ഥ. അത് ചിന്തിക്കാൻ കഴിയില്ല എന്നതുപോലെ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു മൂളലിൽ ഒതുക്കുമ്പോൾ അവൻ്റെ ഉള്ളു മനസ്സിലാക്കിയ പോലെ അവളുടെ ചൊടികളൊന്ന് പുഞ്ചിരിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടോ? ആമി ചോദിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് കതകിൽ ആരോ മുട്ടുന്ന ശബ്ദം അവിടെ ഉയർന്നു. അവളുടെ നെറുകയിലൊന്ന് മുത്തി ആമിയെ നേരെ കിടത്തിയതിനു ശേഷം അവൻ കതക് തുറന്നു. ഉടനെ 2 മാലാഖമാർ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ 2 കുഞ്ഞുങ്ങളുമായി അകത്തേക്ക് കയറി. തന്നെ കടന്നു പോകുന്ന ആ 2 കുഞ്ഞുങ്ങളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അവർക്ക് പിറകെ അവനും നടന്നു പോകുമ്പോൾ 2 കുഞ്ഞുങ്ങളെയും ആമയുടെ അടുത്ത് കിടത്തി അവർ പുറത്തേക്ക് പോയിരുന്നു. പോകുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ അവർ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തൻ്റെ അടുത്ത് കിടക്കുന്ന 2 കുഞ്ഞുങ്ങളെയും ആമി നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി വാത്സല്യത്തോടെ നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ച് കിടക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ട്. ചുരുണ്ട മുടിയുള്ള വെളുത്ത നല്ല പാൽ നിറമുള്ളൊരു സുന്ദരിയും പിന്നെ അത്യാവശ്യം നിറമുള്ള നീളൻ മുടിയിഴകളുള്ള ഒരു സുന്ദരനും. പെട്ടെന്ന് യാദവിൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞതും ആമി തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി 2 കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കുന്നവനാണവൻ. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങളിലേക്ക് അവളുടെ ശ്രദ്ധ പോയി. വാത്സല്യവും ഭയവും തിടുക്കവും വേവലാതിയുമെല്ലാം ആ കണ്ണുകളിൽ മാറി മാറി വിരിയുന്നുണ്ട്. ആദ്യമായി തൻ്റെ കുഞ്ഞുങ്ങളെ ഇത്ര അടുത്ത് കണ്ടതിൻ്റെ ഒരു പകപ്പിലാണവൻ. 2 പേരെയും വാരിയെടുത്ത് ചുംബനം കൊണ്ട് മൂടണമെന്ന് കരുതിയാണ് ഓടി വന്നത്. എന്നാൽ ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് 10 മടങ്ങായതുപോലെ, കയ്യും കാലും നിർത്താതെ വിറയ്ക്കുന്നത് പോലെ. അപ്പോഴും അവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുവാണ് ആമി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എല്ലാത്തിനും തൻ്റെ പിറകെ നടന്ന് മരുന്നും ഭക്ഷണവും അങ്ങനെ ഓരോന്നും നോക്കി ചെയ്യും. ജനിക്കുന്നതിന് മുൻപ് അവരുടെ ഭാവി വരെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇപ്പോഴേ ഓരോന്ന് സ്വരിക്കൂട്ടി വെക്കുന്ന ആള്. ഉറക്കത്തിൽ പോലും കുഞ്ഞുങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവൻ്റെ കണ്ണുകളിലെ ഭാവവും കയ്യിലെ വിറയലും കണ്ടപ്പോൾ ആമയ്ക്ക് ഒരേ സമയം ചിരിയും അവനോട് സഹതാപവും തോന്നി. അവൻ്റെ വിറയലും ഭയവും മനസ്സിലാക്കിയതുപോലെ അവൻ്റെ വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്തടി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ചേർത്തു വെച്ചു അവൾ. പെട്ടെന്നുള്ള ആമിയുടെ പ്രവൃത്തിയിൽ ഞെട്ടി അവൻ ഒരു പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ആമി അവനെ നോക്കി ചിരിച്ചു. എന്തിനാ ഇത് വേട്ട പേടിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ? തൻ്റെ മനസ്സിലെ ആവലാതിയും ഭയവും മനസ്സിലാക്കിക്കൊണ്ട് ആമി പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ തൻ്റെ വിറയ്ക്കുന്ന കൈ ആ കുഞ്ഞി കൈകളോട് ചേർത്ത് വെച്ചു. ഒരു നിമിഷം അവൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാർ മിന്നി. ആദ്യമായി അറിഞ്ഞ തൻ്റെ രക്തത്തിൻ്റെ സ്പർശനം അവൻ്റെ ഉള്ളിലെ അച്ഛൻ എന്ന വികാരത്തെ ഉണർത്തി. ആത്മനിർവൃതിയോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ യദു ഒന്ന് ചിരിച്ചു.
കുഞ്ഞുങ്ങളുടെ നെറ്റിയിലും കവിളിലും കയ്യിലും തൊട്ടു നോക്കി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ചിരിക്കുന്നവനെയും ചിരിക്കുമ്പോൾ വിടരുന്ന അവൻ്റെ കണ്ണുകളെയും പുഞ്ചിരി വിരിയുന്ന ആ ചൊടികളെയും ആമി സന്തോഷത്തോടെ നോക്കി നിന്നു. സന്തോഷായോ? കുഞ്ഞുങ്ങളെ നോക്കി ചിരിയോടെ നിൽക്കുന്ന യാദവിനെ നോക്കി പതിഞ്ഞ ചിരിയോടെ ആമി ചോദിക്കുമ്പോൾ കാറ്റ് പോലെ വന്നവൻ ആമിയെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. ഒരുപാട്. അപ്പോഴേക്ക് മോൻ എഴുന്നേറ്റ് കരഞ്ഞു തുടങ്ങി. അപ്പോഴാണ് യദു അവളിൽ നിന്ന് അടർന്നു മാറുന്നത്. കുഞ്ഞ് കരയുന്നത് കണ്ട് ആമി ബെഡിൽ നിന്ന് വേഗം എഴുന്നേൽക്കാൻ തുനിഞ്ഞുവെങ്കിലും അപ്പോഴേക്കും അവൾക്ക് സ്റ്റിച്ച് വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അവളിൽ നിന്നൊരു വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും യദു വേഗം ആമിയെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. ആമി പതുക്കെ. ആമിയെ നേരെ ഇരുത്തിയതിനു ശേഷം കരയുന്ന മോളെ പതിയെ എടുത്ത് ആമിയുടെ കയ്യിലേക്ക് കൊടുത്തു. സത്യത്തിൽ മോളെ എടുക്കുമ്പോൾ അവൻ്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആമിക്ക് കുഞ്ഞിനെ കൊടുക്കുന്നതിന് മുൻപ് കരയുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാനും അവൻ മറന്നില്ല. ആ നിമിഷം യദുവിൻ്റെ പ്രവൃത്തികൾ ഓരോന്നായിരുന്നു നോക്കി നിൽക്കുകയാണ് ആമി. കുറച്ചു മുൻപ് വരെ കുഞ്ഞിനെ എടുക്കാൻ ഭയന്നു നിന്ന ആളാണ് ആ കുഞ്ഞൊന്ന് കരഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഭയം മറന്നെടുത്തത്. ആമി അവനിൽ നിന്ന് അവളെ വാങ്ങി മാറോട് ചേർത്തു. ഡ്രസ്സിൻ്റെ ഹുക്ക് അഴിച്ചു പെട്ടെന്ന് ആമി കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴേക്കും ഏതോ ഒരു തുണിയെടുത്ത് ആമിയുടെ തോളിലൂടെ ഇട്ടുകൊടുത്തിരുന്നു. അപ്പോഴേക്കും ഉറങ്ങിയ മോനും കരഞ്ഞു തുടങ്ങി. ആമി യദുവിനെയും കരയുന്ന കുഞ്ഞിനെയും ഒന്ന് നോക്കിയപ്പോഴേക്കും അവൻ വേഗം കരയുന്ന കുഞ്ഞിനെ എടുത്തു. കുഞ്ഞു ശബ്ദത്തിൽ കരഞ്ഞതും യദു ഒന്ന് പകച്ചു. പിന്നെ കുഞ്ഞിനെ കയ്യിലെടുത്ത് മുറിയിലൂടെ പതിയെ നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നു. അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞതും ആ കുഞ്ഞൊന്നുകൂടെ അവനോട് ചേർന്ന് കണ്ണുകൾ തുറന്നു കിടന്നു. തന്നെ നോക്കി കിടക്കുന്ന കുഞ്ഞിനെ നോക്കി യദുവും നടന്നു. കുറച്ചു കഴിഞ്ഞതും ആമയുടെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി മോനെ അവൾക്ക് കൊടുത്തു. അപ്പോഴേക്കും പാൽ കുടിച്ച മോൾ ഉറങ്ങിയിരുന്നു. അവളെ ശ്രദ്ധിച്ചു കിടത്തി അവൻ ആമയുടെ അടുത്തേക്ക് പോയി. ബെഡിൽ കാൽ നീട്ടിയിരുന്ന് കുഞ്ഞിനെ പാല് കൊടുക്കുന്നവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ കാൽ രണ്ടും തൻ്റെ മടിയിലേക്ക് വെച്ച് പതിയെ പിടിച്ചു കൊടുത്തു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിലൊന്ന് പകച്ചുവെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ ആമി അവന് മുന്നിൽ കാൽ നീട്ടിയിരുന്നു. അവളെ നോക്കി തന്നെ യദു ആമിയുടെ 2 കാലുകളും പിടിച്ചു കൊടുത്തു. പിന്നെ ഉറങ്ങിയ കുഞ്ഞിനെ അവളിൽ നിന്ന് വാങ്ങി കട്ടിലിനടുത്ത് കിടത്തി. ആമിയെ പതിയെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം യദു ആമിയുടെ അടുത്ത് തന്നെ ഇരുന്നു. അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പതിയെ ഒതുക്കി കൊടുത്തു. ആമിയെയും കുഞ്ഞുങ്ങളെയും കാണാൻ കാളിയാർമട മുഴുവൻ മുറിക്ക് പുറത്ത് നിൽക്കുവാണ്. യദു പോയിട്ട് കുറച്ചു നേരമായി. അവർക്ക് കുറച്ചു നേരം തനിച്ചിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എല്ലാവരും മാറിക്കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ 1 മണിക്കൂറായി. കുഞ്ഞുങ്ങളെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് കാറ്റുപോലെ ഒന്ന് കണ്ടതല്ലാതെ ഒന്ന് എടുത്തുപോലും നോക്കിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും 1/2 മണിക്കൂർ മുൻപ് വന്നതാണ്. ഇനിയും കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയതും മുത്തശ്ശൻ പതിയെ കതക് ഒന്ന് തട്ടി. ആമിയുടെ അടുത്തിരുന്ന യദു വേഗം എഴുന്നേറ്റ് ഡോറ് തുറന്നതും എല്ലാവരും അകത്തേക്ക് കയറി. ബെഡിൽ കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം ഹിമചറിയം അവളുടെ നെറ്റിയിൽ ഒന്ന് തലോടി ചുണ്ടുകൾ ചേർത്തു. പിന്നെ നേരെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. കണ്ണടച്ച് ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി അവരുടെ നെറ്റിയിൽ പതിയെ ചുണ്ട് ചേർത്തു. ചെറിയമ്മമാർ കുഞ്ഞുങ്ങളെ മാറി മാറി എടുക്കുന്നതും അവരെ കൊഞ്ചിക്കുന്നതും ആമയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം ഏതു നോക്കി നിന്നു. മുത്തശ്ശൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു പെണ്ണ് അദ്ദേഹത്തെ നോക്കി തുറന്നു കിടക്കുവാണ്. അവളുടെ മുഖത്തേക്ക് നോക്കിന്ന് മുത്തശ്ശൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ചുരുണ്ട മുടിയും തൂവെള്ള നിറവുമുള്ള ആ കുരുന്നിൻ്റെ മുഖം മുഴുവൻ അദ്ദേഹത്തിന് ചുംബനം കൊണ്ട് മൂടാൻ തോന്നി. കുഞ്ഞുങ്ങളെ കണ്ടെല്ലാവരും കാളിയാർ മഠത്തിലേക്ക് പോകാൻ നിന്നതും ചെറിയമ്മമാരാണ് ആമിയുടെ കൂടെ നിന്നോളാമെന്ന് പറഞ്ഞു. എന്നാൽ യദു അതിന് സമ്മതിച്ചില്ല. അവൻ തന്നെ ആമിയുടെ കൂടെ നിൽക്കുമെന്ന് നിർബന്ധം പിടിച്ചു. പിന്നെ വേറെ വഴിയില്ലാതെ ചെറിയമ്മയും അത് സമ്മതിച്ചു. അടുത്ത ദിവസം സേവിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഉടനെ ആമിയെയും കുഞ്ഞുങ്ങളെയും കാണണമെന്ന് പറഞ്ഞവൻ വാശി പിടിച്ചു. അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ജിതൻ ചെറിയച്ഛൻ പറഞ്ഞുവെങ്കിലും സേവി അത് കേട്ടില്ല. അവസാനം യദു തന്നെ പോയി ആമിയെയും കുഞ്ഞുങ്ങളെയും സേഫാണ്, 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കാണാമെന്ന് പറഞ്ഞപ്പോഴാണ് അവനൊന്ന് ഒതുങ്ങിയത്. ആമിക്കെടുത്ത മുറി ഒരു ലക്ഷറി റൂമാണ്. ആ മുറിയിൽ തന്നെയാണ് ഹിമചെറിയമ്മയും യദുവും ആമിയും കിടക്കുന്നത്. ആമയുടെ ബെഡിനോട് ചേർന്ന് 2 ബെഡ്, അതിൽ യദുവും ചെറിയമ്മയും കിടക്കുന്നു. രാത്രി കുഞ്ഞെഴുന്നേറ്റ് കരയുമ്പോൾ ആമി എഴുന്നേൽക്കുന്നതിന് മുൻപ് യദു എണീക്കും. കുഞ്ഞൊന്ന് അനങ്ങിയാൽ പോലും അവൻ അറിയും. ഓടി വന്ന് കുഞ്ഞിനെ എടുക്കുന്നതും ആമിക്ക് കൊടുക്കുന്നതും യദു തന്നെയാണ്. രാത്രി കുഞ്ഞ് കരഞ്ഞാൽ അവൻ തന്നെ എടുത്ത് നടക്കുകയും ചെയ്യും. കുഞ്ഞിനെ എടുത്ത് നടക്കുന്ന യദുവിനെ തന്നെ ആമിയും ചെറിയമ്മയും അതിമറന്ന് നോക്കി നിൽക്കും.
കുഞ്ഞിനെ എടുത്ത് നടക്കുമ്പോഴും അവരെ മടിയിൽ വെച്ചിരിക്കുമ്പോഴും യദുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാകും. ആ പുഞ്ചിരിക്ക് വല്ലാത്ത തിളക്കവും. ഓരോ 2 മണിക്കൂറിലും ഡോക്ടർ വന്ന് നോക്കും. പലപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം സ്വയം മറന്നിരിക്കുന്ന യദുവിനെ അവരത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. പലപ്പോഴും ബോർഡ് മീറ്റിങ്ങിൽ ഒരു സിംഹത്തെ പോലെ ഗർജിക്കുന്ന യദുവിനെ മാത്രമേ അവർക്കറിയൂ. എന്നാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ചിരിക്കുന്ന, അവരെ കളിപ്പിക്കുന്ന ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഭർത്താവിനെ, ഒരു പിതാവിനെ ആയിരുന്നു അവരപ്പോൾ യദുവിൽ കണ്ടത്. ആമിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ യദു അവിടെ തന്നെ നിന്നു. ആരും അറിയാതെ ഇടയ്ക്ക് പോയി മുറിവ് ഡ്രസ്സ് ചെയ്യും എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിരുന്നില്ല. ഇന്ന് ആമിയും കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ്.